റൂമിൽ മറക്കുന്നെങ്കിൽ എന്റെ കൂടെ എന്റെ മന്ത്രി എന്നോട് ഇച്ചിരി കാശ് കടം ചോദിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാകുമോ? അസംഭവ്യം, അസംഭവ്യം. രാജൻ, എനിക്ക് ഇച്ചിരി കാശ് കഴിയും. 10 വയസ്സ് ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിയമം വരാൻ പോവാ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ തിരുവനന്തപുരത്ത് സമ്മതിക്കും? തിരുവനന്തപുരം സമ്മതിക്കും? അല്ല, തിരുവനന്തപുരത്ത് നിയമം ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു പറ്റില്ല. നിയമങ്ങൾ മാറാൻ പോകും. നിയമം മനസ്സിലായി മനസ്സിലായി. നമ്മളെ പണ്ട് നർത്തകിമാരില്ലേ ഇവിടുത്തെ നമ്മളെ പറ്റിച്ചോണ്ടിരുന്ന രാഗമറ്റേക്കും അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. അവിടെ ബലാബേഷ് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. അവര് വന്നു കഴിഞ്ഞാൽ നിന്നെ ഈ ദേശത്തിന്റെ അപ്പൊ പിന്നെ നർത്തകിമാരെ കൊണ്ടുവരുന്ന ഓഡീഷൻ നമുക്ക് ആരംഭിക്കാം. ഓഡീഷൻ തുടങ്ങാൻ വരട്ടെ. അയ്യോ അതിന് നീ എന്തിനാ മേടിക്കട്ടെ? ഞാനല്ലേ മേടിക്കണ്ട. ഓഡീഷൻ നടത്തിക്കോളും. പക്ഷെ ആരും തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ വരച്ചു പറയാൻ നിർത്തുന്നു നീ. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ഒന്ന് തീരുമാനിച്ചോ. എന്നാ ഓഡീഷൻ ഞാൻ കാളെ വിരിക്കുള്ളൂ. രാജൻ, പ്ലീസ് നോട്ട്. ആദ്യമായി വരാൻ പോകുന്നത് കണ്ണൂരിന്റെ സുന്ദരി ത്രിഭുവതി, വയസ്സ് 20. പ്രണാമം മഹാരാജൻ. രാജാവ്. പ്രണാമം മഹാരാജൻ. കുട്ടിയുടെ നൃത്തം നല്ലതായിരുന്നു. നന്ദി മഹാരാജൻ. മനോഹരമായിരുന്നു. മനോഹരം ഒന്നും കൊണ്ട് വരാം. എന്താണ് രാജൻ? ഈ കഴുത്തിന് പണി ഉപയോഗശൂന്യമായ തല വേണോ? വേണം രാജൻ, വേണം. ഞാൻ എവിടെ തേങ്ങാമതിക്കാൻ നിൽക്കുമല്ല, മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ശരി രാജൻ. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് ത്രിഭുവതി എന്നാണ്. ഇനി മുതൽ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും മുമ്പിലുണ്ടാകണം. പിന്നിൽ ഞാനും ഉണ്ടാകും, ഞാനും ഉണ്ടാകും. അല്ല കുട്ടി, കുട്ടി കല്യാണം കഴിഞ്ഞതാണ്. അതേ മഹാരാജൻ. പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണ്. എന്തിന്റെ കേസ്? ഞാൻ നൃത്തം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാളുടെ കൈ കയറി പിടിച്ചു. അയാളുടെ കൈ എന്റെ ഭർത്താവ് കഷ്ണമായി മുറിച്ചു കളഞ്ഞു. എങ്ങോട്ട് പോകുന്നു? അമ്മയ്ക്ക് തൈലം മേടിക്കണം. മിക്കവാറും നീ അതിന്റെ വീട്ടിൽ കിടക്കും. അയ്യോ രാജൻ. എന്താ? അയൽരാജ്യത്തെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു. രാജൻ, മനുഷ്യനൊന്ന് സന്തോഷിച്ചു വരുമ്പോ അവനെ ഒടുക്കാത്ത യുദ്ധം. രാജഗുരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്ത് ചെയ്യും നമ്മൾ? രാജൻ, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്താണ് ആ വഴി? വല്ലവന്റെ വെട്ടുകൊണ്ട് ചാകുന്നതിനെ കാട്ടിലും ഭേദം രാജൻ സ്വയം കുത്തിയെന്ന് ചാവുക.